ഏറെ കാത്തിരിപ്പിന് ശേഷമാണ് ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പയെ സ്പാനിഷ് ക്ലബ് റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയത്. ആഘോഷപൂർവ്വം താരത്തെ ഹോം ഗ്രൗണ്ടായ സാന്റിയാഗോ ബെർണബ്യൂവിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇനി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് താരനിബിഡമായ റയലിൽ എംബാപ്പെ ഏത് പൊസിഷനിലാകും കളിക്കാനിറങ്ങുക എന്നതാണ്. അതിനായി പരിശീലകൻ കാർലോ ആൻസലോട്ടി സ്വീകരിക്കുന്ന ഗെയിം പ്ലാനും ഫോർമേഷനും എന്താകുമെന്നറിയാനും ആരാധകർക്ക് കൗതുകമുണ്ട്. നിലവിൽ 4-3-1-2 ഫോർമേഷനിലാണ് റയൽ കളിക്കാറുള്ളത്. റോഡ്രിഗോയും വിനീഷ്യസും മുന്നിൽ കളിക്കുകയും അതിന് തൊട്ടു താഴെ ജൂഡ് ബെല്ലിംഗ്ഹാമിനെ കളിപ്പിക്കുകയും ചെയ്യുന്നതാണ് രീതി. ലൂക്ക മോഡ്രിച്ച്, ഫെഡറിക്കോ വാൽവേർദെ, എഡ്വാർഡോ കമവിംഗ എന്നിവർ മധ്യനിരയിലിറങ്ങും. എംബാപ്പെ വരുന്നതോടെ ആ ഫോർമേഷൻ ആൻസലോട്ടി മാറ്റാനാണ് സാധ്യത. കരീം ബെൻസെമ ടീമിലുണ്ടായിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന 4-3-3 ഫോർമേഷനിലേക്ക് ടീം മടങ്ങിപ്പോയേക്കും. അങ്ങനെയെങ്കിൽ എംബാപ്പെ സെൻട്രൽ സ്ട്രൈക്കറാകും. വിങ്ങറായാണ് PSG-യിൽ കളിക്കാറുള്ളതെങ്കിലും സെൻട്രൽ സ്ട്രൈക്കറുടെ റോളിൽ കളിക്കാമെന്ന് എംബാപ്പെ നേരത്തെ ആൻസലോട്ടിയെ അറിയിച്ചിട്ടുണ്ട്. ഇടതുവിങ്ങിൽ വിനീഷ്യസും വലതുവിങ്ങിൽ റോഡ്രിഗോയും കളിക്കും. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിൽ ബെല്ലിംഗ്ഹാമത്തും. ടോണി ക്രൂസ് വിരമിച്ചതോടെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഒഴിവുണ്ട്. കമവിംഗയോ ഔറേലിയൻ ചുവാമേനിയോ ഈ റോളിലെത്തും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.